ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മോൻ ഇവിടെ അല്ല, ബാംഗ്ലൂരിൽ. അപ്പോൾ അവൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ ബീഫ് മേടിച്ചു, നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് നല്ലപോലെ ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റിട്ട് ഈ ബീഫിന് ഇച്ചിരി വേവുണ്ട്. ഞാനൊരു 7 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ചൊക്കെ നിങ്ങൾ വിസിലടുപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ ബീഫ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം ഇതുപോലെ ഓർന്നിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് വറ്റി കിട്ടും. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അതിൽ ചെയ്യാം. അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത്. പക്ഷേ ബീഫ് അച്ചാറൊക്കെ ഇടുമ്പോൾ അത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇട്ടതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഈ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. നല്ല പുറം മൂത്ത് വരെയും വേണം. അകത്തൊക്കെ നമ്മൾ അച്ചാറെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടുകയും വേണം. ആ പരുവത്തിൽ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ബീഫെല്ലാം ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വറുത്ത് കോരിയതിന് ശേഷം ഞാൻ വീണ്ടും അതുപോലെ തന്നെ എല്ലാം വറുത്ത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും ഒട്ടും തന്നെ ജലാംശമില്ലാതെ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി നല്ലപോലെ കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ച് കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ജലാംശം എല്ലാം ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ ഞാൻ അതേ എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പച്ച കളറെല്ലാം മാറി വേറൊരു കളറായി വരും. നല്ലപോലെ മൂത്ത് വരുമ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വാങ്ങാം. ഈ സമയം തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കിടിലനൊരു ബീഫ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ആശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള നല്ലൊരു ഒരു ഉത്സാഹം കിട്ടും നിങ്ങളുടെയൊക്കെ അഭിപ്രായം കാണുമ്പോൾ. ഇപ്പോൾ ഞാൻ പച്ചമുളകെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് നിറച്ച് ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മൂപ്പിച്ച് വെച്ചേക്കുന്ന ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ ഇതും കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കുക. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വേറെ ടേസ്റ്റ് മണമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നും കരിഞ്ഞു പോകാതെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാൻ കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ഒരു കോട്ടൺ ടവൽ കൊണ്ട് തുടച്ച് ഉണക്കിയെടുക്കുക. ജലാംശം ഇല്ലാതെ, വെയിലത്ത് വെച്ച് ഉണക്കാനല്ല, ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് ആ ജലാംശം എല്ലാം മാറ്റിയെടുക്കുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ
സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എടുക്കുമ്പോഴും നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന അച്ചാർ ഒരു കൊച്ചു ബോട്ടിലിൽ അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കറി ലീഫും എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് മറ്റു പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി എണ്ണ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണ ചൂടായിരിക്കുക, ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവ ഒത്തിരി വേണ്ട, കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഉലുവ ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുളക് പൊടി അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. തീ ഈ സമയം കുറച്ച് വെക്കണം. ഞാനിതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റ് മസാല ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അച്ചാർ പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉപ്പ്, ഞാൻ ബീഫിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അച്ചാർ വെക്കുമ്പോൾ എപ്പോഴും അച്ചാറിന് ഒരല്പം ഉപ്പ് മുമ്പോട്ട് നിൽക്കണമെങ്കിൽ 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഉപ്പും പുളിയും ഒരല്പം മുൻപോട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറി നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. നല്ല എരിവും പുളിയും അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ പുറമെല്ലാം നല്ല മൊരിഞ്ഞിരിക്കും. എന്നാലും 2-3 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ അകമെല്ലാം നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഞാൻ പുളിപ്പിന് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഏറെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. 1.5 കിലോ അല്ലയോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫ് എത്ര ക്വാണ്ടിറ്റിയാണോ അതിനനുസരിച്ച് എരിവും പുളിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ പുളി വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് വിനാഗിരി കൂടെ വീണ്ടും ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ അച്ചാർ നമ്മൾ ശരിക്കും വിനാഗിരിയൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് ഇത് അലുമിനിയം പാത്രത്തിൽ തന്നെ വെച്ചേക്കണ്ട. ഉടനെ തന്നെ നമുക്കൊരു കുപ്പി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. തണുക്കുന്ന ഒരു ഇതിലിരുന്നോട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് നമുക്ക് വേണ്ടിയിട്ടല്ല, മോൻ അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.